ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റിലെ മീഠാ സന്ദ്ര എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റികളെക്കുറിച്ച് പഠിക്കാം. ഈ പാഠം എഴുതിയ ആളുടെ പേര് യായാവർ എന്നാണ്. ഈ പാഠഭാഗത്ത് ആദ്യം വരുന്ന ചോദ്യം ഏതെന്ന് നോക്കാം. ലേഖക് ഓർ ബൂഢി കാണ്ട് കി ഗ്യാപ് ഷാപ്പ് ആപ്കു കൈസേ ലഗി, ക്യൂം? അതായത്, ലേഖകനും വൃദ്ധയായ കച്ചവടക്കാരിയും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾക്ക് എങ്ങനെ തോന്നി, എന്തുകൊണ്ട്? ഉത്തരം: അച്ചി ലഗി ക്യോംകി ഗ്യാപ്ഷപ്പ് സരൽ ഓർ മനോരഞ്ജക് ദേ. നന്നായിട്ട് തോന്നി. എന്തുകൊണ്ടെന്നാൽ സംഭാഷണം വളരെ ലളിതവും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുമായിരുന്നു. ഈ പാഠഭാഗത്തിലെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. യുവതി ने पैसा लेने से इनकार किया. यहाँ युवती का कौन सा मनोभाव प्रकट होता है? യുവതി പൈസ വാങ്ങുന്നതിന് നിരസിച്ചു. ഇവിടെ യുവതിയുടെ ഏതു മനോഭാവത്തെയാണ് പ്രകടമാക്കുന്നത്? ഉത്തരം എന്താണെന്ന് നോക്കാം. ജാൻ പെഹചാൻ കാ മനോഭാവ്, അതായത് തിരിച്ചറിവിന്റെ മനോഭാവം. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ലിഖേം, ക്യാ ക്യാ ഹെ? ചിത്രത്തിൽ കാണുന്നതെന്തെല്ലാം? എഴുതാം. എന്നാൽ നമുക്ക് എഴുതാം, ലേ. സന്തര, കേലെ, പ്ലം, ഉബലേ ശക്കർകന്ദ്, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, പൈനാപ്പിൾ, പിപ്പർമെന്റ്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ലിഖേം കിസ്നെ കഹാ. നമുക്ക് എഴുതാം, ആരാണ് പറഞ്ഞത്? യുവതി ഓർ ലേഖക്. യുവതിയാണോ അല്ലെങ്കിൽ ലേഖകനാണോ? ആരാണ് പറഞ്ഞതെങ്കിൽ അതാരാണോ അതിന്റെ കോളത്തിൽ എഴുതാം. സന്തര മീഠാ ഹേ? ഓറഞ്ച് മധുരമുള്ളതാണോ? അതാരാ ചോദിച്ചത്? ഓർമ്മയില്ലേ? ഉത്തരം: ലേഖകൻ. ഏക പാവ് ചീനി മേം തോ ജാദാ മീഠാ നഹി ഹോഗാ. ആ ഒരു കാൽക്കപ്പ് പഞ്ചസാരയിലൊന്നും ആവശ്യത്തിന് മധുരമുണ്ടാകില്ല. ഉത്തരം: ലേഖക്. മീഠാ ഹേ തോ ക്യോം നഹി മീഠാ ഹോഗാ. മധുരമുണ്ടാവില്ലേ? ഉത്തരം: യുവതി. കിത്നി ചിന്നി ഡാലി? എത്ര പഞ്ചസാരയിട്ടു? ഉത്തരം: ലേഖക്. ഏക് പൗവ, ഒരു കാൽഭാഗം. ഉത്തരം: യുവതി. ഹാ, തബ് തോ സറൂർ മീഠാ ഹോഗാ. അപ്പോൾ തീർച്ചയായും മധുരമുണ്ടാകും. ഉത്തരം: ലേഖക്. ദോ പൗവ. ഉത്തരം: യുവതി. ഹാ, ബഹുത് മീഠാ. നല്ല മധുരമുണ്ട്. ഉത്തരം: യുവതി. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. കഹാനി സെ ഗുസ്രേം പ്രസ്താവ് പർ ശരിയുള്ള നേരെ ശരിയും തെറ്റിന് തെറ്റും അടയാളപ്പെടുത്തുക. 20 സാൽ ബാദ്, 20 വർഷങ്ങൾക്ക് ശേഷം. ലേഖക് ഷിലങ് ഗയ. ലേഖകൻ ശ്രീലങ്കയിലേക്ക് പോയി. ശരിയാണ്. ഘുമടി സൂപ്പർ മാർക്കറ്റ് ബങ്കായ. ഘുമടി സൂപ്പർ മാർക്കറ്റായി. തെറ്റാണ്. യുവതി കി പാസ് ഉസ്കി ഛോട്ടി സി ലഡ്കി ഭി ബൈഠി ഥി. യുവതിക്കൊപ്പം അവളുടെ ചെറിയ മകളും ഇരിക്കുന്നുണ്ടായിരുന്നു. ശരിയാണ്. ലേഖകോ ബ്യുണ്ടികാഗിൻ കി യാദായി. ലേഖകനെ ബ്യുണ്ടികാഗിനെ ഓർമ്മ വന്നു. ശരിയാണ്. ഗുമടി മേ വൃദ്ധ നസറായി. ഗുമടിയിൽ വൃദ്ധയെ കണ്ടു. തെറ്റാണ്. ഗുമടി മേ യുവതി അക്കേലി ബൈഠി തി. ഗുമടിയിൽ യുവതി ഒറ്റയ്ക്കായിരുന്നു. തെറ്റാണ്. അടുത്ത ആക്ടിവിറ്റി ഏതെന്ന് നോക്കാം. ഏക് ദുകാൻ കാ ചിത്ര ഖീച്ചേ, രംഗ് ധേം, നാം ധേം. അതായത്, ഒരു കടയുടെ ചിത്രം വരച്ചിട്ട് നിറം നൽകുക, ഒരു പേരും നൽകണം. ഇവിടെ ഞാൻ വരച്ചിട്ടില്ല, നിങ്ങൾ വരച്ച് നിറം നൽകണം. ഇവിടെ ഞാനൊരു പേര് നൽകിയിട്ടുണ്ട്, ഫലോം കി ദുകാൻ. അതായത്, പഴങ്ങളുടെ കട എന്നാണ്. നിങ്ങളും ഇതുപോലൊരു പേര് നൽകണം. ഇനി അടുത്തത് ദുക്കാൻ കെ ബാരേമേം ലിഖേ. ഈ കടയെക്കുറിച്ച് എഴുതുക. ഇവിടെ ഞാൻ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് എഴുതുക.
ഇനി അടുത്ത ആക്ടിവിറ്റി കാണാം. പാഠഭാഗ് സേ ഉചിത് ശബ്ദ് ദുണ്ഡേം ഔർ ലിഖേം. പാഠഭാഗത്തു നിന്നുള്ള ചില വിശേഷണങ്ങൾ കണ്ടെത്തി എഴുതാം. ഇവിടെ ഈ ഭാഗം വായിച്ചു നോക്കിയാൽ ഇവിടെ ചോട്ടി സി ബുണ്ടി കാണാൻ കഴിയും. ഇതുപോലത്തെ വിശേഷണങ്ങൾ ചേർത്ത് ഈ ചോദ്യം മുഴുവൻ ഉത്തരം എഴുതുക. മീഠാ സന്തര, ഉബലെ ശകർഗന്ധ്, പുരാന സവാൽ, ബ്യുണ്ടി കങ്ക്, നിയമിത് ഗ്രാഹക്, നൻഹി സി ലഡ്കി, ദോ ഉംഗ്ലിയാം. നീ അടുത്ത ചോദ്യം നോക്കിയാലോ. ക്യാ മീഠാ സന്ദ്ര പാഠ് പസന്തായ ടിപ്പണി ലിഖേം. അതായത്, ഈ മീഠാ സന്ദ്ര എന്ന പാഠം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാം. ഇവിടെ ഞാൻ എഴുതിയത് വായിച്ച് മനസ്സിലാക്കി നോക്കിയെഴുതാം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇവിടെ 2 കോളങ്ങളുണ്ട്. ആദ്യത്തേതിൽ ഫൽ പഴങ്ങൾ എഴുതാം. രണ്ടാമത്തെ കോളത്തിൽ സബ്ജി പച്ചക്കറികളും എഴുതാം. ഇതോടുകൂടി ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.